പ്രത്യേക മന്ത്രിസഭായോഗം അല്പസമയത്തിനകം ചേരുമെന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് അംഗീകരിക്കാനാണ് ഈ യോഗം ചേരുന്നത്. ഷഫീദ് റാവുത്തർ അതിന് കൂടുതൽ വിശദാംശങ്ങൾ നൽകും തിരുവനന്തപുരത്തും. ഷഫീദ്, മന്ത്രിസഭായോഗം ഉടൻ ഉണ്ടാകുമെന്നറിയുന്നു. ഇതിൽ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് അംഗീകരിക്കുക എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഷഫീദ് റാവുത്തർ അല്പസമയത്തിനകം വിശദാംശങ്ങളുമായി ചേരും എന്നാണ് കരുതുന്നത്. ഈ മാസം 20-ാം തീയതിയാണ് നയപ്രഖ്യാപനം നടക്കുക. അതിന്റെ കരട് അംഗീകരിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ചേരാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം 5:30 ആണ് ഇപ്പോൾ സമയം പറഞ്ഞിരിക്കുന്നത്. ഷഫീദ്, വിശദാംശങ്ങൾ. പ്രസിഡന്റ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ഈ മാസം 20 മുതലാണ്. 15-ാം കേരള നിയമസഭയുടെ 16-ാം സമ്മേളനം 20 മുതൽ വിളിച്ചു ചേർക്കാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിസഭാ യോഗം ഇപ്പോൾ ചേരുന്നത്. 5:30 മന്ത്രിസഭാ യോഗം ചേരും എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്റെ കരട് അംഗീകരിക്കാനാണ് യോഗം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 20-ാം തീയതിയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം അത് നടക്കുന്നത്. അതോടുകൂടി സഭാ സമ്മേളനം ആരംഭിക്കും. അന്തരിച്ച പ്രമുഖർക്കും മുൻ നിയമസഭാംഗങ്ങൾക്കുമുള്ള ചരമോപചാരം 21-നാണ്. നയപ്രഖ്യാപനത്തിലുള്ള നന്ദിപ്രമേയ ചർച്ച 22-ാം തീയതി നടക്കും. 29-ാം തീയതിയാണ് മന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിന്റെ ആറാമത്തെ ബജറ്റ് അവതരിപ്പിക്കുക. സർക്കാരിന്റെ കാലാവധി കഴിയാൻ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒരു മുഴുവൻ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിക്കാനാണ് ധനമന്ത്രി ഒരുങ്ങുന്നത്. അങ്ങനെയുള്ള പ്രത്യേകതകളുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നയപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ കരട് അംഗീകരിക്കാൻ ഇന്ന് 5:30 പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.